ജപ്പാനിൽ മകൻ അമ്മയുടെ മൃതദേഹം 10 വർഷത്തോളം ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു. കണ്ടെത്തിയത് അസ്ഥികൂടം. ജപ്പാനിലെ കോംബോ നഗരത്തിലെ ഒരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നു. തക്കുഹിസ മിയാവക്കി എന്ന 60-കാരൻ തന്റെ അമ്മയുടെ മൃതദേഹം ഏകദേശം 10 വർഷത്തോളം ഫ്ളാറ്റിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ മാസം മിയാവക്കിയെ റോഡിൽ അവശ നിലയിൽ കണ്ടെത്തിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഈ ദുരൂഹത ചുഴലഴിച്ചത്. കഴിഞ്ഞ മെയിലാണ് സംഭവം പുറത്തറിയുന്നത്. കോംബോയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റോഡിലൂടെ അവശ നിലയിൽ മുടന്തി നടക്കുകയായിരുന്നു. മിയാവക്കിയെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ സംശയം തോന്നിയെന്ന് തുടർന്ന് ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ തിരക്കി. എന്നാൽ മിയാവക്കി കൃത്യമായ മറുപടി നൽകാതിരുന്നത് അമ്മയുടെ പേര് വെളിപ്പെടുത്താൻ മടിച്ചതും സംശയം വർദ്ധിപ്പിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥൻ പോലീസിനെ വിവരമറിയിച്ചു. ജൂണിൽ പോലീസ് മിയാവക്കിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്താനെത്തി. അമ്മയുടെ പേരിലാണ് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പരിശോധനയിൽ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം എന്തിനാണ് 10 വർഷത്തോളം ഒളിപ്പിച്ചു വെച്ചതെന്ന് പോലീസിന്റെ ചോദ്യത്തിന് തനിക്ക് സോഷ്യൽ ഫോബിയ ഉണ്ടായിരുന്നു മിയാവക്കിയുടെ മറുപടി. 10 വർഷം മുമ്പ് ഒരു ദിവസം അമ്മയെ ശുചിമുറി ശ്വാസം നിലച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോഴേക്കും മൃതദേഹം തണുത്തു മരവിച്ചിരുന്നു. അമ്മ മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പോലീസിനോ അയൽക്കാരനോ വിവരമറിയിക്കാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം എനിക്ക് കടുത്ത സാമൂഹ്യ ഭയമുണ്ട്, മിയാവക്ക പോലീസിനോട് പറഞ്ഞു.